ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹിൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് സൂപ്പർ ട്രെൻഡും അതുപോലെ മൂവിങ് ആവറേജും. പിന്നെ മാത്രമല്ല, നമ്മൾ സാധാരണയായിട്ട് ഓപ്പൺ സീക്രട്ട് ലോ ക്യാൻഡിൽസ് ഡേ ട്രേഡിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് സെയിം തന്നെ നമ്മൾ ഇവിടെ സ്വിംഗ് ട്രേഡിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യുകയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം പറയുന്നത് ഡേ ടൈം ഫ്രെയിം ആണ്. അതിനുശേഷം നമ്മൾ രണ്ട് ഇൻഡിക്കേറ്റേഴ്സാണ് മെയിനായിട്ട് ആഡ് ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ സൂപ്പർ ട്രെൻഡ് ആണ്. അപ്പോൾ സൂപ്പർ ട്രെൻഡിൻ്റെ വാല്യൂ 7.3 ആണ്. അപ്പോൾ 10.3 ആണ് കിടക്കണമെങ്കിൽ നമ്മളത് 7.3ലേക്ക് ചേഞ്ച് ചെയ്യണം. ഇത് നമ്മൾ അടുത്ത ആഡ് ചെയ്യേണ്ടത് മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ മൂവിങ് ആവറേജിൻ്റെ വാല്യൂ 200 ആക്കണം. ഇവിടെ 9 ആണ് കിടക്കണമെങ്കിൽ നമ്മളിത് 200 ആക്കാം. ഓക്കെ, അപ്പോൾ ഈ മൂവിങ് ആവറേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ട്രെൻഡ് അറിയാനാണ്. സാധാരണയായിട്ട് 200 മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ആ സ്റ്റോക്സിൽ അപ്പ് ട്രെൻഡ് ആയിരിക്കും, താഴെയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് സ്വിംഗ് ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബൈയിങ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ആ ഒരു സ്റ്റോക്സ് 200 മൂവിങ് ആവറേജിൻ്റെ മുകളിലായിരിക്കണം. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് നമുക്കിവിടെ ഒരു സൂപ്പർ ട്രെൻഡ് ലൈൻ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സൂപ്പർ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്യണം ക്യാൻഡിൽ. ആ ഒരു ടച്ച് ചെയ്യുന്ന ക്യാൻഡിൽ ഓപ്പൺ സീക്വൽ ടു ലോ ആയിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പൺ സീക്വൽ ലോ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ സീക്വൽ ലോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാൻഡിലിൻ്റെ ഡേ ക്യാൻഡിലിൻ്റെ ഹൈ നമ്മൾ മാർക്ക് ചെയ്യണം. എപ്പോഴാണോ പിന്നെ ആ ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ പിന്നെ എൻട്രി എടുക്കുന്നത്, ബൈ എടുക്കുന്നത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബ്രേക്ക് ആ ക്യാൻഡിൽ ഓപ്പൺ സിഗ്നൽ ലോ ക്യാൻഡിൽ ലോ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇടാം. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സിഗ്നൽ എപ്പോഴാണ് റെഡ് ആവുന്നത് അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ 1:1 അല്ലെങ്കിൽ 1:2 റിസ്ക് റിവാർഡ് വെക്കാവുന്നതാണ് ഈ ഒരു സ്ട്രാറ്റജിക്ക്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഇതേപോലെ സൂപ്പർ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് ഓപ്പൺ സിഗ്നൽ ലോ അതുപോലെ മൂവിങ് ആവറേജിന് മുകളിൽ ട്രേഡ് എടുക്കുന്നത് നമുക്കറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്കാനർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സ്കാനർ ഈ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്ത് വരുന്ന സ്റ്റോക്സുകൾ നമുക്ക് സെലക്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചാർട്ടിംഗ് ഓപ്പൺ ചെയ്യാം. ഇനി ചാർട്ടിങ്ങിൽ ക്രിയേറ്റ് സ്കാൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ഡേ ഓപ്പൺ ഈക്വൽ ടു ലോ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനാണ്, അതായത് ഡെയിലി ഓപ്പൺ സിഗ്നൽ ലോ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെയിലി ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ നമ്മൾ സൂപ്പർ ട്രെൻഡ് നോക്കാം. സൂപ്പർ ട്രെൻഡ് 7.3. ഓക്കെ, അതുപോലെ തന്നെ അത് വീണ്ടും കോപ്പി ചെയ്യാം. ഡെയിലി ക്ലോസ് ഗ്രേറ്റർ ദാൻ സൂപ്പർ ട്രെൻഡ് 7.3. ഇനി അടുത്തത് മൂവിങ് ആവറേജ് ആണ്. അത് ക്ലോസ് ഡെയിലി ക്ലോസ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ മൂവിങ് ആവറേജ് 200. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി നമ്മൾ ജസ്റ്റ് ഇത് ക്യാഷ് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ നിഫ്റ്റി 500 ആക്കാം. കാരണം ക്യാഷിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്സുകൾ വരും. അത് നമുക്ക് വേണമെങ്കിൽ നിഫ്റ്റി 500 ആക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് സേവ് ചെയ്യാം. സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്ക് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കൊടുത്താൽ മതി. മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഏതെങ്കിലും സ്റ്റോക്സ് വന്നിട്ടുണ്ടോ എന്ന്. കണ്ടോ, ഇവിടെ കുറച്ച് സ്റ്റോക്സ് കാണുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ് സ്റ്റോക്സ് വേണമെങ്കിൽ ജസ്റ്റ് ക്യാഷ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റൺ കൊടുക്കാം, ബാക്ക് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഒരുപാട് സ്റ്റോക്സുകൾ വരും. അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റോക്സിൽ നിന്ന് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിഫ്റ്റി 500 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല വോളിയുള്ള സ്റ്റോക്സിൽ തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ സ്റ്റോക്സ് നോക്കാം. അപ്പോൾ നമുക്ക് മുൻപ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 12 ബയോകോൺ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ബയോകോണിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിൽ ചാർട്ട് ഓപ്പൺ ആവുന്നതെന്ന്. ഇപ്പോൾ ബയോകോൺ കണ്ടോ, ഇവിടെയാണ് ആ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൽ നോക്കാം. നമ്മുടെ 5 ഇയേഴ്സിൻ്റെ ചാർട്ടിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, ബയോകോൺ ഇവിടെയാണ് കണ്ടോ, ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഓപ്പൺ ഈക്വൽ ടു ലോ വന്നിരിക്കുന്നത്. അതിനെ ഹൈ ബ്രേക്ക് ചെയ്ത് കണ്ടോ, ഹൈ ബ്രേക്ക് ചെയ്ത് കണ്ടോ, അടുത്ത ദിവസങ്ങളിൽ താഴേക്ക് വന്നു, പിന്നെ തിരിച്ചത് ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ കയറിപ്പോയി. കണ്ടോ, ഈ സ്റ്റോക്സ് 200 മൂവിങ് ആവറേജിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റോക്സ് ഏതാ വന്നിരിക്കുന്നത് നോക്കാം. ബെയർ കോർപ്പാണ്.
അപ്പോൾ അത് ഇവിടെയാണ് ഓപ്പൺ സർക്കിൾ ലോ വന്നിരിക്കുന്നത്. നമ്മുടെ ആ ഒരു സൂപ്പർ ട്രെൻഡ് ലൈനിലോട് ടച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ആ പിറ്റേ ദിവസം ബ്രേക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു എൻട്രി വന്നിട്ടില്ല. ഇനി അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻട്രി വരുന്നത്. അതിന് സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് കാണണം. ഇതിനടുത്ത് LTIM ആണ്. അപ്പോൾ LTIM നമുക്കിവിടെ കാണാൻ സാധിക്കും, ആ ഒരു ലെവൽ ടച്ച് ചെയ്ത് ഓപ്പൺ സർക്കിൾ ടു ലോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ്, ഇവിടെ ബ്രേക്കൗട്ട് എൻട്രി വന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതാണ്. അതിവിടെ എൻട്രി വന്നു, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ വരുമ്പോൾ എൻട്രി എടുക്കണം കണ്ടോ, അടുത്ത എൻട്രിക്ക് നല്ല രീതിയിൽ കയറിപ്പോയി കണ്ടോ. ഓക്കെ, അതായത് ഒരു തവണ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും പിന്നെ അടുത്ത തവണ വീണ്ടും ആ ലെവൽ ബ്രേക്ക് ചെയ്ത് വരാമെങ്കിൽ നമ്മൾ വീണ്ടും എൻട്രി എടുക്കണം. ഓക്കെ, മാക്സിമം 2 തവണ നമുക്ക് നോക്കിയാൽ മതി. പിന്നെ അടുത്ത ടൈറ്റാഗ്രാം ആണ്. ഓക്കെ, അതാണ് ഇവിടെയാണ് അത് ഓപ്പൺ സീക്വൽ ടു ലോ വന്നിരിക്കുന്നത്. ആ ഒരു ക്യാൻഡിൽ, അതായത് ആ ഒരു സൂപ്പർ ട്രെൻഡ് ഗ്രീൻ ലൈനിൽ ടച്ച് ചെയ്ത് ഓപ്പൺ സീക്വൽ ലോ വന്നിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിരുന്നില്ല, താഴേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. പിന്നെ കൊട്ടാക് ബാങ്ക്, ഓക്കെ, കൊട്ടാക് ബാങ്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടോ, ആ ഒരു ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് ഓപ്പൺ സീക്വൽ ടു ലോ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 200 മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് കേട്ടോ. ഏറ്റവും അവസാനം കണ്ടോ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബൈ എടുക്കാം കണ്ടോ, കയറിപ്പോയി തിരിച്ച് താഴേക്ക് വന്നു. എന്നാലും നമ്മുടെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, അതായത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. വീണ്ടും ആ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ വീണ്ടും കയറി നിൽക്കണം. ടാറ്റ MTR DVR ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ, അത് ഇവിടെയാണ് ഓപ്പൺ സീക്വൽ ടു ലോ വന്നിരിക്കുന്നത് കണ്ടോ. ആ ഒരു ക്യാൻഡിൽ അതിന് ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ കണ്ടോ, ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോയിട്ട് കണ്ടോ. ഇനി അടുത്ത സ്റ്റോക്ക് ആരതി ഇൻഡസ്ട്രീസ് ആണ്. അതും നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടോ, ഓപ്പൺ സീക്വൽ ലോ നമ്മുടെ സൂപ്പർ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതും ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോയിട്ട് ഇവിടെയും കാണാൻ സാധിക്കും കണ്ടോ, ഒരു ലെവൽ കണ്ടോ ഓപ്പൺ സീക്വൽ ലോ ആ ഒരു സൂപ്പർ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴും ആ ഒരു സ്റ്റോക്സ് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. അടുത്ത സ്റ്റോക്സ് ഉണ്ടോ, ഇതും ഇവിടെയാണ് ഓപ്പൺ സീക്വൽ ലോ വന്നിരിക്കുന്നത്. ആ സൂപ്പർ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴും നല്ല രീതിയിൽ കയറിപ്പോയിട്ട് കണ്ടോ. ഇവിടെ നെക്സ്റ്റ് ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ കുറച്ച് കയറി ഇപ്പോൾ താഴേക്ക് വന്നിരിക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല, വീണ്ടും തിരിച്ച് കയറുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്തു, താഴെ ഇവിടെ സിഗ്നൽ മാറിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്യേണ്ട. ഈ ഒരു സിഗ്നൽ നമ്മുടെ റെഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറണം, ആ ലോസ് ബുക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ ഇത് വലിയ ക്യാൻഡാണ്, അപ്പോൾ നമ്മൾ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈ എടുക്കാം. അതിനുശേഷം ഈ ഒരു സൂപ്പർ ട്രെൻഡ് സിഗ്നൽ എപ്പോഴാണ് റെഡ് ആവുന്നത് അവിടെ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറണം. JSL ഉണ്ടോ, ഇവിടെയാണ് വന്നിരിക്കുന്നത്. ആ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഉണ്ടോ നല്ല രീതിയിലാണ് കയറിപ്പോയിരിക്കുന്നത്. ഇവിടെ നമ്മൾ വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ 1:1 അല്ലെങ്കിൽ 1:2 പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിവിടെയാണ് വന്നിരിക്കുന്നത് കണ്ടോ, ആ സൂപ്പർ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ ഉണ്ടോ, ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ കയറിപ്പോയി. ഇതിവിടെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ, ആ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ ഓപ്പൺ സിഗ്നൽ ലോ ആയിരുന്നു, ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. ഇതിവിടെയായിരുന്നു, അപ്പോൾ ഇതിവിടെ ബ്രേക്ക് ചെയ്തു. ഇതിവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഇവിടെ ലോയും ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൈക്ക് അടിച്ച് താഴേക്കാണ് ചെയ്തത്.
ഉണ്ടോ, ഇത് ഇവിടെയാണ് ഉണ്ടോ ഓപ്പോസിറ്റ് ലോ ആ ഒരു സൂപ്പർ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തിട്ട് വന്നിരിക്കുന്നത് ഉണ്ടോ. അത് ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോയി കേട്ടോ. നമ്മൾ ഹോൾഡിംഗ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്ത് മാറണം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 1:2 ഒക്കെ നമുക്ക് കാണാവുന്നതാണ്, റിസ്ക് റിവാർഡ് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്നു. വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ നമ്മൾ സൂപ്പർ ട്രെൻഡ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുക. ആ സൂപ്പർ ട്രെൻഡ് ഇൻഡിക്കേറ്ററിൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 7.3 ആണ്. അപ്പോൾ 7.3 ഒരു ഗ്രീൻ ലൈൻ പോകുമ്പോൾ ആ ഗ്രീൻ ലൈനിൽ ടച്ച് ചെയ്ത് ഏതെങ്കിലും ഡേ ക്യാൻഡിൽ ഓപ്പൺ സിഗിൾ ലോ ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഹൈ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. പിന്നെ അടുത്ത ദിവസങ്ങളിൽ ആ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ സിഗിൾ ലോ വന്നിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ ആയിരിക്കണം സ്റ്റോപ്പ് ലോസ് കാണേണ്ടത്. പിന്നെ നമ്മൾ അതല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഒരു സിഗ്നൽ സെല്ല് വരുന്നത് അപ്പോഴാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ 200 മൂവിങ് ആവറേജും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ട്രെൻഡ് അറിയാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ 200 മൂവിങ് ആവറേജ് ഇതിപ്പോൾ താഴെ കൂടെയാണ് പോകുന്നത്. അതായത് ഈ ഒരു സ്റ്റോക്സിൻ്റെ ഓവറോൾ ട്രെൻഡ് അപ്പ് ട്രെൻഡാണ്. ഇപ്പോൾ ഇത് മുകളിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ അത്തരം സ്റ്റോക്സിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ കണ്ടീഷനൊക്കെ മാച്ച് ചെയ്ത സ്റ്റോക്സിൽ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഓരോ ചാർട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ. അതിന് വേണ്ടിയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചാർട്ടിങ്ങിൽ ഈ ഒരു സ്കാനർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചർ സ്റ്റോക്സ് ആണെങ്കിൽ ഫ്യൂച്ചർ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. അതല്ല ക്യാഷ് സ്റ്റോക്സ് ആണെങ്കിൽ ക്യാഷ് സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. നിഫ്റ്റി 500 ആണെങ്കിൽ 500 സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ജസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം റൺ കൊടുക്കാം. അതിനുശേഷം ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഏതെങ്കിലും സ്റ്റോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അടുത്ത ദിവസം ആ ഒരു സ്റ്റോക്സിൻ്റെ ബ്രേക്ക് ഔട്ട് ഒന്ന് വാച്ച് ചെയ്താൽ മതി. ഇനി ഓൾറെഡി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയ സ്റ്റോക്സുകൾ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഹൈ ലെവൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അലർട്ട് ഇട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കത് എൻട്രി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് വന്നതിന് ശേഷം മാത്രം റിയൽ ട്രേഡിൽ പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ടിങ്ങിൽ ഇതുപോലെ സ്കാനർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ബാക്ക് ടെസ്റ്റിലെ പെർഫോമൻസും അതുപോലെ ലൈവ് മാർക്കറ്റിൽ പെർഫോമൻസും നോക്കിയതിന് ശേഷം നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ റിയൽ ട്രേഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.